10 വയസ്സിൽ ഇറങ്ങിയതാണ് വഴിയിൽ. 10 വയസ്സിൽ അന്നും അരാജകത്വ പട്ടിണി കിടന്നിട്ട് വിശപ്പിന്റെ പേരിൽ ചൗക്കോട്ടെ ചാടിയിട്ടുണ്ട്. റീത്ത് പറക്കി കൊണ്ട് വിറ്റ് ആഹാരം കഴിച്ച ആളാണ്. കയറ്റി കറണ്ട് ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത നാട്ടിൽ എങ്ങനെ കയറ്റി പാട്ട് ഭ്രാന്ത് പിടിക്കും. ആ പാട്ട് അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്തെന്ന് ആലോചിച്ച ഇനി കറങ്ങാൻ മട്ടർകാട് പള്ളി, മാല, ഉറപ്പക്കൽ, അരിപ്പപ്പ്, കണ്ടക്കാവ്, കൂരപ്പുറം, പള്ളിക്കത്തോട്, കുരാലി, നെടുങ്കണ്ണ, മാനിക്കാട്, തെങ്ങണ, ചങ്ങനാശ്ശേരി കറങ്ങി നേരെ പൊൻകുന്നം, കാരപ്പള്ളി, മുണ്ടക്കയം, കൂർത്തുള്ള, ഏലപ്പാറ, കട്ടപ്പന, കുമളി, വണ്ടമേട്, വണ്ടിപ്പെരിയാറ്, കമ്പം, തേനി, മധുര വരെ. മുമ്പായുടെ പാട്ടുണ്ട് പോലെ കേൾക്കാൻ നല്ല രസം. 2 പേര് പിടിച്ചു. സുനയനേ സുമുഹി സുമവദനേ സഖി, ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. നമസ്കാരം. ഞാൻ ഒരാളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് ഇരിക്കണ കണ്ട ഈ ചേട്ടന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി എവിടെയെങ്കിലും കണ്ടുപരിച്ചുണ്ടോ നോക്കി ഉണ്ടോ? ചേട്ടാ നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ചേട്ടനെ എവിടെയോ കണ്ടു നല്ല പരിചയം. എന്നെ കേരളത്തിൽ എവിടെയും കാണും എന്ന് പറഞ്ഞത് എനിക്ക് കച്ചവടമാണ്, ബിസിനസ്സാണ്. ബൈക്കിൽ കൊണ്ടുവന്ന് വെക്കുന്ന ആളാണ്. ഹാർമോണിയം ഗ്രാമഫോണാണ് മെയിൻ. ഗ്രാമഫോൺ അല്ലേ? അതാണ് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കണേ. ഇവിടെ എന്താർക്കും ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അയൽവക്കാരനാ ഷൂട്ട് ചെയ്തത്, എന്റെ സംവിധായകൻ. അങ്ങനെ വന്നാണ്, കാണാൻ വേണ്ടി വന്ന റിയാസ്, മുഹമ്മദ് റിയാസ്. ഇയാളൊരു ചാൻസ് ഉണ്ട്. എനിക്കൊരു ചാൻസ് ഞാൻ ചോദിച്ചു വന്നല്ല. എനിക്ക് ഒരു ചാൻസ് ഞാൻ പറയാം. കച്ചവടം ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നോണ്ടാ. പൈസ ഷൂട്ട് വെച്ചോണ്ട് വന്നോളൂ, അല്ലേ വരത്തില്ല. വണ്ടി ബൈക്ക് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഈ ഹാർമോണിയം ഇല്ലേ, ഈ ഹാർമോണിയം ഒക്കെ ശരിക്കും ഇത് ഒറിജിനൽ തന്നെയാണ്. പഴയ സാധനം തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ഹാർമോണിയം ഉണ്ടാക്കുന്നുണ്ട്. ഗ്രാമഫോൺ ഇപ്പം പുതിയത് ഉണ്ടാക്കി വരുന്നുണ്ട്. അതിന്റെ മിഷ്യൻ പഴയതാണ്. നമ്മുടെ കേരളത്തിൽ അത് പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് വിറ്റ മുതലാകത്തില്ല. ഈ 4000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ 4000 രൂപ വിൽക്കുന്ന സാധനം ഇവിടെ 4000 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് ഗുജറാത്തിൽ നിന്ന് പെട്ടി ഉണ്ടാക്കി വരുന്ന മിഷ്യൻ പഴയതാണ്, അതിന്റെ ഡിസ്കും പഴയതാണ്. ഹാർമോണിയം അല്ല, ഗ്രാമഫോൺ. അതെ. അല്ല, ഞാൻ ചോദിച്ചത് ഈ ഗ്രാമഫോൺ ശരിക്കും ഇത് പഴയ ആളുകളുടെ വീട്ടിൽ, അന്നത്തെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഉള്ള ആളുകളുടെ വീട്ടിലിരുന്ന സാധനമാണ്. അതെ. അന്ന് ഇതിനൊരു മൂല്യം ഇല്ലാണ്ടാണ് ഒരു എടുത്തു കളഞ്ഞത്, അല്ലേ? ഇപ്പോഴാണ് അതിന് മൂല്യം വന്ന് ഇപ്പൊ വേറെ പലരുടെയും ഇപ്പൊ റെന്റാണത്. പുതിയ വീട് വെക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു വെക്കാൻ വേണ്ടി, കയറി താമസത്തിന് കൊടുക്കാൻ വേണ്ടി ആൾക്കാർക്ക് എന്റെ സമീപിക്കുന്നുണ്ട്, മേടിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നത്. 30 വർഷമായി. ഞാൻ ബൈക്കിൽ കേരളം മൊത്തം പോകും. 62 വയസ്സായി. ഈ പിന്നെ മറ്റേ മോഹൻലാൽ മറ്റേ സിനിമയിൽ അത് ഹാർമോണിയം. അത് ചില വീടുകളിൽ നിന്ന് പഴയത് കിട്ടും. അത് ഞാൻ അതിന്റെ കൂടുതൽ കൊണ്ടുവന്ന് വിൽക്കും. എന്ത് കിട്ടിയാലും ബൈക്കെ കൊണ്ടുവന്ന് വിൽക്കും. ഇങ്ങോട്ട് എടുക്കുക, കൊടുക്കുക. അതുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാളാണ്. എന്നെ എല്ലായിടത്തും കാണാം. എല്ലാ ചാനലിലും ഉണ്ട്. കൈരളി, ഏഷ്യാനെറ്റ്, ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ഞാൻ ചേട്ടനൊരു നമ്മുടെ ആലുവയിൽ ഇട്ടിട്ടുണ്ടായില്ലേ? ഉണ്ടായിരുന്നു. നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഉണ്ടായിരുന്നു. ഞാൻ ബസ് ഓടിക്കാൻ നേരത്തെ ഞാൻ അതിലുള്ള കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും പോകും. ഒരു വൈകുന്നേരങ്ങളിൽ അവിടെ ആ വർക്ക്ഷോപ്പ് കഴിയുമ്പോ തന്നെ പുളിഞ്ചോട് അവിടെ തന്നെ. ഇപ്പൊ അവിടെ കാണാറില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ കറക്കത്തിലാണ്. ഏതെങ്കിലും സമയത്ത് അവിടെ എത്തും. കേരളത്തിൽ ഫുള്ള് കറക്കം. കോട്ടയത്ത് തന്നെ ഇനി കറങ്ങാൻ മട്ടർകാട് പള്ളി, മാല, ഉറപ്പക്കൽ, അരിപ്പപ്പ്, കണ്ടക്കാവ്, കൂരപ്പുറം, പള്ളിക്കത്തോട്, കുരാലി, നെടുങ്കണ്ണ, മാനിക്കാട്, തെങ്ങണ, ചങ്ങനാശ്ശേരി കറങ്ങി നേരെ പൊൻകുന്നം, കാരപ്പള്ളി, മുണ്ടക്കയം, കൂർത്തുള്ള, ഏലപ്പാറ, കട്ടപ്പന, കുമളി, വണ്ടമേട്, വണ്ടിപ്പെരിയാറ്, കമ്പം, തേനി, മധുര വരെ പോകും. മറ്റേ സിനിമയിൽ മറ്റേ അശോകം പാടൂലേ എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും പോകും. കോട്ടയം ജില്ലക്കാരനായോണ്ടാണ് അവിടുത്തെ സ്ഥലങ്ങൾ മാത്രം അറിയാം. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരമല്ലേ. തിരുവനന്തപുരം, പാലക്കാട്, അങ്ങ് പോകും. കന്യാകുമാരി വരെ പോകും. അങ്ങോട്ട് പാലക്കാട്. മറ്റേ വടക്കോട്ടോ? വടക്കോട്ട് അങ്ങോട്ട് പോയിട്ടില്ല. തൃശ്ശൂർ വരെ പോയി. പിന്നെ കോഴിക്കോടിന് ഇപ്പുറം വരെ പോയി. പിന്നെ അങ്ങോട്ട് എത്തത്തില്ല, സമയം പോകും. ബൈക്കിലല്ലേ, കച്ചവടം ചെയ്യണ്ടേ. ഡെയിലി പോയിട്ട് തിരിച്ചു വരും. ദൂരം പോവാണെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യും. പിറ്റേന്ന് കച്ചവടം കഴിഞ്ഞ് വരും. രാത്രി 1 മണിയാകുമ്പോൾ വീട്ടിലെത്തും. എവിടെ വീടപ്പോ? കോട്ടയം. പേര് ശരിക്കും എന്റെ പേര് ഹബീബ്. ഹബീബ്
കോട്ടയം. അങ്ങനെ ഹബീബ് കോട്ടയം തന്നെ ആ മതി. പിന്നെ എന്റെ സ്ഥലത്ത് വന്നിട്ട് ഹബീബ് വാഴക്കാല എന്ന് പറഞ്ഞ ആൾക്കാർ വീട്ടിൽ കൊണ്ടാകും. വാഴക്കാല, വീട്ടുപേര് വാഴക്കാല, സംക്രാന്തി വാഴക്കാല, സംക്രാന്തി നസീറിന്റെ ഒക്കെ അടുത്ത്. 30 വർഷമായിട്ട് ഈ പരിപാടിയാ. ഗൾഫിലായിരുന്നു 10-15 വർഷം. ഞാൻ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പരിപാടി തുടങ്ങി. ഇപ്പൊ ഈ പരിപാടി കൊണ്ട് ജീവിക്കുന്നു. മക്കൾ രണ്ടുപേരെ കെട്ടിച്ച് വീട് വെച്ച്. വീട് വെള്ളം കയറി പോയായിരുന്നു. അപ്പൊ ഗവൺമെന്റിന് പിന്നെ അത് ഗവൺമെന്റിന് 10,000 കിട്ടിയുള്ളൂ. പിന്നെ അത് പൊളിച്ച് വെച്ച് ഞാൻ ലോൺ എടുത്ത് വീടൊക്കെ വെച്ച്. അപ്പൊ ഇങ്ങനെ ലോണൊക്കെ അടച്ച് ഇങ്ങനെ കച്ചവടം ചെയ്ത് ജീവിച്ചു പോകുന്നു. 3 മക്കളാണ്. ആ ഒരെണ്ണം അഭിനയിച്ചിട്ടുണ്ട്, അമീറ എന്ന് പറഞ്ഞ. അതിനകത്ത് 3-4 സീനിനകത്തുണ്ട് ഞാൻ. ചെറിയ കുട്ടി അത് തന്നെ. നായിക. പിന്നെ പണ്ടത്തെ സിനിമ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ മുട്ടയടിച്ചുള്ള സിനിമ, അതിനകത്തൊരു റോളുണ്ട് ഞാൻ. പഴയ പടം. ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള സിനിമ അല്ല അത് അതിന് ശേഷമുള്ളതാണ്. അതിനകത്ത് പിന്നെ മറന്നുപോയി സുഹൃത്തെ. അന്നത്തെ 2 പടത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഊഞ്ഞാല് കെട്ടി കൊടുക്കാനും അമ്പികയ്ക്ക് അതിനൊക്കെ പോയിട്ടുണ്ട്. കെട്ടി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അഭിനയമോഹം ഇല്ല. വെള്ളിയാഴ്ച ആയിട്ട് പള്ളിയിൽ പോകുന്ന ദിവസം അപ്പൊ എന്റെ അയൽവക്കാരനല്ലേ സംവിധായകൻ. അപ്പൊ അവന്റെ ഇതിൽ കുറച്ച് അഭിനയിച്ച് അതിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവൻ വീണ്ടും റീമേക്ക് ചെയ്തിരിക്കുക. അത് പുതിയതായിട്ട് തുടങ്ങുകയാണ്. അതിനെന്നെ വിളിച്ച് ഞാൻ വന്നു. അങ്ങനെ വന്നതാണ്. ഞാനും വിചാരിച്ചേ ഇങ്ങനെ ഞാൻ ഈ ചേട്ടനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഐഡിയയും കിട്ടണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ്. അല്ല, എനിക്ക് ഭാഗ്യമല്ല ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുക. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ്. നമുക്ക് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 4ാം ക്ലാസ്സുകാരനാണ്. കേരളം മൊത്തം ഭൂമി മൊത്തം കറങ്ങിയിട്ടുണ്ട്. ആന്ധ്ര, കർണാടക എല്ലാം പോയിട്ടുണ്ട്. ഈ ബൈക്കുമായിട്ടല്ല, എല്ലാ ബിസിനസ് ഉണ്ടായിരുന്നു. ബൈക്കിൽ ഇങ്ങനെ ബാഗിൽ കൊണ്ടിടുന്നുള്ള ബിസിനസ് ഉണ്ട്. ഇതല്ല, വേറ്റുള്ള ഐറ്റംസ്, ഇലക്ട്രോണിക് സാധനങ്ങൾ. ഇപ്പൊ ഇതായിട്ട് 30 വർഷമായി ബൈക്കിൽ. ഇപ്പൊ കുഴപ്പമില്ല. ഇവിടെ എല്ലായിടത്തും എന്നാൽ ഇത് ഒരിക്കലും കേടാകുന്നില്ല. ഈ ഡിസ്ക് ആണെങ്കിൽ 100 വർഷം പഴക്കമുണ്ട്. താഴെ വീണാ പൊട്ടിപ്പോകും. ഇത് കഴുകിയിട്ട് വീണ്ടും പാട്ട് കേൾക്കാം. ഒരു സൂചിയിൽ ഒരഞ്ഞ പാട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാസറ്റ് വരുന്നത്. അല്ല, റിക്കാർഡ് പ്ലെയർ. ഇതിന് കഴിഞ്ഞുള്ള റിക്കാർഡ് പ്ലെയർ എന്ന് പറയും. കറണ്ട് വർക്ക് ചെയ്യുന്ന റിക്കാർഡ് പ്ലെയർ ഉണ്ട്. കോളാമ്പി ഇല്ലാതെ 2 ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് അതിനുശേഷമാണ് കാസറ്റ് വരുന്നത്. ഇതിന്റെ ഒരു പ്ലെയർ ഉണ്ട്. അപ്പൊ ഈ റെക്കോർഡ് 2 എണ്ണമാണ്. ഒന്ന് താഴെ വീണ പൊട്ടുന്നു, ഒന്ന് പൊട്ടാത്തത് വെയിൽ കൊണ്ടാ ഉരുകിപ്പോകും. അത് ഈ ഗ്രാമഫോണിൽ ഇട്ടാൽ കേൾക്കത്തില്ല. ഈ ഡിസ്ക് അതിനകത്ത് ഇട്ടാലും കേൾക്കത്തില്ല. അത് പ്ലാസ്റ്റിക് ആണ്. അതിനകത്ത് 10-16 പാട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് 2 പാട്ടേ ഉള്ളൂ. ഇത്രയും വലിയ സീഡിയിലോ? കാരണം ആ 2 പാട്ട് എങ്ങനെ കയറ്റിയെന്ന് ആലോചിച്ചേ. 100 വർഷം മുമ്പ് എങ്ങനെ കയറ്റി? കറണ്ട് ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത നാട്ടിൽ എങ്ങനെ കയറ്റി പാട്ട്? ഭ്രാന്ത് പിടിക്കും. ആ പാട്ട് അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്തെന്ന് ആലോചിച്ച. അറിയില്ല സാറേ, ദൈവസാക്ഷിയായിട്ട് അറിയില്ല. ദൈവസാക്ഷിയായിട്ട് കളിയാക്കല്ല. അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്തെന്ന് നമ്മൾ ഇപ്പോഴും ആലോചിക്കാത്. എങ്ങനെ ആഡ് ചെയ്തെന്ന് അറിയില്ല. 2 പാട്ടാ, ഒരു സൈഡിൽ ഒരു പാട്ട്. എങ്ങനെ അതിനകത്ത് മുമ്പ് ആ ഡിസ്ക് 100 വർഷം പഴക്കമുണ്ട്. മുഹമ്മദ് റാഫി ഒക്കെ പാടിയിട്ടുണ്ട് അതിനകത്ത്. ലതാ മങ്കേഷ്കർ പാടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബാബുരാജ്, ഹുംബായി എല്ലാം പാടിയിട്ടുണ്ട്. 100 വർഷം മുമ്പ് ആ ഡിസ്ക് ഇറക്കിയിട്ട്. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് 50 വർഷം മുമ്പുള്ള ആൾക്കാരൊക്കെ പാടിയിട്ടുണ്ട് അതിനകത്ത്. യേശുദാസും ഒരു പാട്ടം കണ്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്, എന്റെ അറിവില്. മുഹമ്മദ് റാഫി, മലയാളം, ബാബുരാജ്, ഹുംബായി എല്ലാരും പാടിയിട്ടുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇത് മേടിക്കുമ്പോ ഒരു ഡിസ്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഡിസ്ക് പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു. പാട്ടല്ല, ഇതൊരു തറവാടിത്തം. വീട്ടിൽ മേടിച്ചു വെച്ച ഞങ്ങളുടെ അച്ഛന്റെ സാധനം എന്നൊക്കെ പറഞ്ഞ ആള് കളിക്കുന്നത്. മറ്റേ സിനിമയില്ലേ ജയറാമിന്റെ ഒരു പടത്തില് ഞങ്ങൾ വലിയ ആനകള് തറവാട്ടിൽ വീട്ടില് ആന എന്തെങ്കിലും പറയട്ടെ, നമ്മള് സാധനം വിറ്റാൽ മതിയല്ലോ. അതുങ്ങൾ മേടിച്ചോണ്ട് പോട്ടെ, എനിക്കാരും മേടിക്കാം. ഞാൻ വലിയ വില മേടിക്കുന്നില്ല. ഇതേ സാധനം തന്നെ മട്ടാഞ്ചേരിയിലൊക്കെ 10 രൂപ, 8 രൂപ, 9 രൂപ വരെ മേടിക്കുന്നുണ്ട്. ഇപ്പം MG റോഡിലാണെങ്കിൽ അത് ഇത് മോഹവിലയാ. ഞാൻ 4 രൂപ. ഈ ഹാർമോണിയം ഇല്ലേ, ഹാർമോണിയം 5000 രൂപ സ്റ്റാർട്ടിങ്. എനിക്ക് കള്ളു പിടിച്ചപ്പോ എനിക്ക് ഇന്ന് വായിക്കാം. അതുകൊണ്ട് 5000 തൊട്ട് മേൽപ്പെട്ടുണ്ട് പഴയത്. 5000 രൂപ. പുതിയതൊക്കെയാണ് 10-18 രൂപ മേടിക്കുന്നത്. പഴയത് നമുക്ക് കിട്ടുമ്പോ എനിക്കൊരു 4 രൂപ, 3.5 രൂപ കിട്ടും. അത് വർക്ക് ചെയ്യുന്ന എടുക്കത്തുള്ളൂ. ചെയ്യാത്ത ആൾക്കാർ, സർവീസ് ചെയ്യുന്നവർ വന്ന് മേടിച്ചോളൂ. എനിക്ക് കോട്ടയം ടൗണിൽ 30 വർഷമായിട്ട് പഴയ ഇലക്ട്രോണിക്സ് സാധനം കച്ചവടം ഉണ്ട്. ഫുട്പാത്തിൽ 30 വർഷമായിട്ട് അതുകൊണ്ട് അവിടെ കൊണ്ടാ ജീവിക്കുന്നത്. അതിന്റെ കച്ചവടം. ഇതിപ്പോ ബൈക്കിൽ കൊണ്ടുവരുന്നത്. ഇതിപ്പോ ഈ ഹാർമോണിയം കംപ്ലൈന്റ് ആയാലും സർവീസ് ഇല്ല.
അത് സർവീസ് നാളെ നമ്പർ കൊടുക്കും ആ നമ്പർ കൊടുക്കും. അപ്പൊ അവര് സർവീസ് ചെയ്ത് കൊടുക്കും. സർവീസ് നമ്മള് വർക്കിംഗ് ആക്കിയാ കൊടുക്കുന്നത് 5000 രൂപ. 5000 രൂപ ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കൂടുതൽ മേടിക്കാം. ഞാനിനി കള്ളുകൂടി തുടങ്ങുന്ന സമയത്ത് ചേട്ടനായിരുന്നു ഒരു ഹാർമോണിയം മേടിക്കും. ഓക്കെ ഓക്കെ. കാരണം ഞാൻ മറ്റേ പഴയ ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2000-ലൊക്കെ ഞാൻ മറ്റേ പാട്ട് പാടിയിട്ടുണ്ട്. അതിനകത്ത് കീബോർഡിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ പർദേശിയില്ലേ, അത് ഞാൻ വായിക്കും. പിന്നെ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ രണ്ടുപേരും മൂളിക്ക് രണ്ടുപേരും ഞാൻ പാട്ട് പാടും. ഹാർമോണിയത്തിൽ കൂടെ ഞാൻ വേണമെങ്കിൽ കേൾപ്പിക്കാം. ചേട്ടൻ്റെ അടുത്ത് ഇപ്പൊ ഹാർമോണിയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇരുന്ന് കേൾപ്പിച്ചു. പാട്ട് പാടുവോ? പാടും. അതോ അതിനകത്ത് പാടും? അതിനകത്ത് പാടും. വാഗോണ്ട് പാടൂല. പാട്ടൊക്കെ പാടി പഠിക്കണ്ടേ? രണ്ട് വരിയൊക്കെ പാടി എന്നെ ചിലപ്പോ സിനിമയിലെടുത്തല്ല പാടാൻ വിളിച്ചാല. എന്റെ ഇതിനകത്തൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ. 2 പേര് 4 പേരൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. എന്റെ സൗണ്ട് അത്ര സുഖമുള്ളതല്ല. കഴിഞ്ഞ തവണ ഞാൻ അവിടെ പാട്ട് പാടിയിട്ട് നാട്ടുകാരോട് പരാതി പറഞ്ഞെന്ന്. ബാത്റൂമിലിരുന്ന് പാടിയിട്ട് പശു അപ്പുറത്തെ കയറ് പൊട്ടിച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. ഉമ്പായി മരിച്ചുപോയി. ഉമ്പായിയുടെ പാട്ടുണ്ട് പോലെ കേൾക്കാൻ നല്ല രസം. 2 പേര് പിടിച്ചു. സുനയനേ സുമുഹി സുമവദനേ സഖി, ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ, നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമാവിടെ തപസിരുന്നു. സുനയനേ സുമുഹി സുമവദനേ സഖി. താങ്ക് യു. മുംബൈയുടെ പാട്ടാണ്. എങ്ങനെയുണ്ട് സാറേ കേട്ടോ? ഞാനൊക്കെ എനിക്ക് പാടാനുള്ള കഴിവില്ല. എനിക്ക് ഞാൻ ബാത്റൂമിലിരുന്ന് പാടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. അപ്പുറത്തെ വീട്ടില് പശു ഇറങ്ങി ഓടിയിട്ട് വീട്ടിലും അത് പരാതി പറഞ്ഞിരുന്നു. പിന്നെ ഞാനെങ്ങനെ പാടും? ഈ പണ്ടൊക്കെ 10 വയസ്സിൽ ഇറങ്ങിയതാണ് വഴിയിൽ. 10 വയസ്സിൽ അന്നും അരാജകത്വ പട്ടിണി കിടന്നിട്ട് വിശപ്പിന്റെ പേരിൽ ചൗക്കോട്ടെ ചാടിയിട്ടുണ്ട്. റീത്ത് പറക്കി കൊണ്ട് വിറ്റ് ആഹാരം കഴിച്ച ആളാണ്. ഒന്നും മറക്കത്തില്ല. അത് പറഞ്ഞു. അത് തന്നെ കഷ്ടപ്പാട് എന്താന്ന് അറിഞ്ഞു വന്നതുകൊണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ആദ്യം കണ്ടപ്പോ ഞാൻ എവിടെ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ല. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചത് വളരെ സന്തോഷം. അപ്പൊ ഡയറക്ടറോട് ചോദിച്ച് ഒരു ചാൻസ് എനിക്കും കൂടി നിങ്ങളുടെ സുഹൃത്താണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ ഒന്ന് പറഞ്ഞ് ഒരു ചാൻസ്. ഓക്കെ, ശരി, വളരെ സന്തോഷം. ഓക്കെ, വെൽക്കം. കണ്ടല്ലോ, ഇതാണ് ഒരാളെ നമ്മൾ പരിചയമുണ്ട് അല്ലെങ്കിൽ കണ്ട് എവിടെയെങ്കിലും പരിചയമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം ചിലപ്പോ. എന്നാലാണ് നമുക്ക് ആ സംശയവും, അല്ലെങ്കിൽ നമ്മൾ ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊന്ന് ഞാൻ ആ കാറിലിരുന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ ഇരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആളാരാണെന്ന് നമുക്ക് അപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ടി വിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോഴേക്കും ചേട്ടന് ഞാനൊന്നും അവിടെ കണ്ടതാണല്ലോ, സംസാരിക്കാൻ പറ്റില്ല, ഒരു സെൽഫി എടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. അത് വിചാരിക്കാതിരിക്കണമെങ്കിൽ സംശയം തോന്നിയാ അപ്പൊ തന്നെ വന്ന് ഇതേപോലെ ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.